ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള സ്കർട്ട് ആൻഡ് ബ്ലൗസ് തന്നെയാണ്. സോ അതിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് ബ്രോക്കേഡ് പീസ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 1/2 മീറ്റർ തുണിയിൽ 14 ഇഞ്ച് മാർക്ക് ചെയ്തു, നീളം 15 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, അത് 1 ഫോൾഡായിട്ട് മടക്കി വിത്ത് ലൈനിങ് ക്ലോത്ത് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് 9 ഇഞ്ചസാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതിൽ 1.5 ഇഞ്ചസ് ബട്ടൺ പീസ് വെക്കാനുള്ളതാണ്. സോ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത തുണിയാണിത് കേട്ടോ. സോ അത് നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഇതേപോലെ മടക്കി വെക്കാം. സോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ടും എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് 3 ഇഞ്ചസ് മാർക്ക് ചെയ്തു താഴേക്ക്. ഇനി ഷോൾഡർ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് 2 ഇഞ്ചസാണ്. സോ അവിടെ 2 ഇഞ്ചസ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യണം. സോ അതിന് മുമ്പ് സൈഡിലേക്ക് ഞാനൊരു 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കൈയുടെ ഒരു പാർട്ട് വരുന്നതാണിത്. സോ ഇനി നമുക്കിതിന് ശേഷം ഇനി വേണ്ടത് എന്താ, ബാക്ക് നെക്കും വേണം, ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കണം. സോ ഞാനിവിടെ സ്ക്വയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചെരിഞ്ഞിട്ടുള്ളൊരു സ്ക്വയർ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാറ്റേൺ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. സോ ഇനി ബാക്ക് നെക്ക് നമ്മൾ 2.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആയാലും ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. സോ കട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, ഈ ഒരു റീജിയനാണ്. അപ്പോൾ ഇത് 6 ഇഞ്ചസ് ഞാനിവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ വരുന്നത് 13 ഇഞ്ചസ് ആയിരിക്കും. സോ ഇവിടെ ഹാഫ് വരുമ്പോൾ 6.5 ഇഞ്ചസ് മാർക്ക് ചെയ്തു. താഴെ പക്ഷേ ഒരു 7.5-8 ഇഞ്ചസോളം എടുക്കാം. സോ നമുക്കത് സൈഡിൽ നമ്മളിങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുമല്ലോ. സോ ഇതുപോലെ കുറച്ച് കുഴിച്ച് നന്നായിട്ട് വെട്ടാം. സോ സൈഡിലേക്ക് നമുക്കിങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കുട്ടികൾക്ക് ബ്ലൗസൊക്കെ ഇടുമ്പോൾ. സോ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. സോ നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ടെക്ക് ഇടുന്ന റീജിയനാണ്. ഇത് മുകളിൽ നിന്ന് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടൊരു പോയിന്റ് എടുത്തു. അത് സൈഡിൽ നിന്ന് 3 ഇഞ്ചസിലായിരിക്കണം. സോ ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഇനി താഴെ നിന്ന് നമ്മളതുപോലെ ഒരു 2.5 ഇഞ്ചസ് എന്നുള്ള മെഷർമെൻറ്റിലാണ് സെക്കൻഡ് പോയിന്റ് എടുക്കാൻ പോകുന്നത്. ഇത് താഴെ നിന്ന് നോക്കുക, 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഓക്കെ, അവിടെ നിന്ന് 3 ഇഞ്ചസും ഇവിടെ 2.5 ഇഞ്ചസും. ഇവിടെ നോക്കൂ, ഈ 3 സൈഡ് അടിച്ചു ഫ്രണ്ട് പാർട്ട്, അതുപോലെ ബാക്ക് പാർട്ടിൽ ഇവിടെയും അതടിച്ചു കഴിഞ്ഞു. ഇത് ഈ 2 സൈഡും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബട്ടൺ പീസിൻ്റെയാണ് അടിക്കേണ്ടത്. അതിന് മുമ്പ് ഈ കോർണേഴ്സൊക്കെ ഒരു ചെറിയ കട്ട് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടാം. സോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടി, ലൈനിങ് ക്ലോത്ത് ഉള്ളോട്ട് പോയി ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിലും ചെയ്യണം. 2 പ്ലീറ്റ്സ് നമ്മൾ സൈഡിൽ 3 ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യുന്നത് ബാക്ക് പാർട്ടിൽ ഇനി ഈ ബട്ടൺ പ്ലീറ്റ്സിൻ്റെ നമ്മൾ മടക്കി ഫോൾഡ് ചെയ്ത് അടച്ചിട്ടില്ല. സോ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലെ നമ്മൾ 2 ഫോൾഡായിട്ട് മടക്കാം. ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഫോൾഡും കൂടി മടക്കിയെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ബട്ടൺ പ്ലീറ്റ്സ് റെഡിയാക്കുന്നത്. സോ നമ്മൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ളത് റെഡി ആയിട്ടുണ്ട്. 2 സൈഡിലും ചെയ്യണം. അതുപോലെ ഇതുപോലെ ചെയ്ത് റെഡിയാക്കാം. സോ നമ്മുടെ ബട്ടൺ പ്ലീറ്റ്സ് റെഡിയായി സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമുക്ക് മടക്കി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളത് അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഷോൾഡേഴ്സ് രണ്ടും കണ്ടോ, ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇത് കഴിഞ്ഞ് നേരെ കറക്റ്റ് ഇത് അടിച്ചു കഴിഞ്ഞു. കഴുത്തും റെഡി ആയിട്ടുണ്ട്. ഇനി കൈയുടെ ഭാഗമാണ്. സോ നമ്മൾ സീവ്ലെസ് ആണ്, പക്ഷേ കൈയുടെ എൻഡ് നമുക്ക് ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാലും അതിൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള വരുള്ളൂ. സീവ്ലെസ് ആണെങ്കിൽ പോലും തട്ട് നമുക്ക് മടക്കി അടിക്കണമല്ലോ. സോ അത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും. സോ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ആമിൻ്റെ മെഷർമെൻറ്റ് 4 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അവിടെ വരെ അടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് താഴെ വരെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടെക്ക് ഇടുന്ന റീജിയൻ, ഇതാണ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത റീജിയൻ. സോ നമ്മൾ അതേ ഷേപ്പിൽ സൈഡ് അടിച്ചു. ഇനി ബാക്ക് പാർട്ടിലാണ് നമ്മൾ ടെക്ക് ഇടുന്നത്. ഇത് ഈ 2 റീജിയൻ കണ്ടോ, ടെക്ക് ഇട്ട് കഴിഞ്ഞു. ചെറിയൊരു നേരിയൊരു വര പോലെ അടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നല്ലൊരു ഷേപ്പ് കിട്ടും ബ്ലൗസിന് കുട്ടികൾക്ക്. താഴത്തെ ഇനി ബേസ് റീജിയൻ നമ്മൾ ഇതുപോലെ 2 ഫോൾഡായിട്ട് മടക്കിയിട്ട് അടിച്ചു കഴിഞ്ഞു. സോ നമ്മുടെ സ്കർട്ട് ആൻഡ് ബ്ലൗസിൽ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്കേർട്ടിലേക്ക് പോവാം. സ്കേർട്ടിന് വേണ്ടി എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് നമ്മൾ 1 മീറ്റർ തുണിയിൽ 26 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നീളം മാർക്ക് ചെയ്തിരിക്കുന്നത് 17 ഇഞ്ചസാണ്. അപ്പോൾ 26 ഇഞ്ചസ് വീതിയും 17 ഇഞ്ചസ് നീളത്തിലും നമ്മൾ ഒരു ഫോൾഡായിട്ട് മടക്കി വെച്ചിരിക്കുകയാണിത്. ഇനി നമ്മൾ ഒരു ഫോൾഡും കൂടി മടക്കിയതിന് ശേഷം ഇതുപോലെ നേരത്തെ ഒരു കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം. സോ കട്ട് ചെയ്ത് ഇതുപോലെ വീണ്ടും ഫോൾഡ് ചെയ്യാം. പിന്നെ ഒരു കട്ട് കോർണറിൽ ചെയ്യാം.
സോ അതുപോലെ ചെയ്തു. ഇനി നമുക്ക് 22 ഇഞ്ച് നീളവും വിത്ത് 3 ഇഞ്ച് വീതിയുള്ളൊരു ക്ലോത്ത് ഇതുപോലത്തെ എടുക്കാം. ഇത് നമ്മൾ ബാൻഡ് ഇടാനാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതും അതുപോലെ തന്നെ ഒരു ഹാഫ് മടക്കി, വീണ്ടും ഒരു ഹാഫ് മടക്കി, ഇനി ഒരു ഹാഫും കൂടി മടക്കുക. സോ നമ്മൾ സ്കേർട്ട് എങ്ങനെ മടക്കിയോ അതേപോലെ തന്നെ ഈ ബാൻഡും മടക്കുക. എന്നിട്ട് ഈ കോർണറിൽ ഇതുപോലെ കട്ട് ചെയ്തിടാം. 2 കോർണറിൽ കട്ട് ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് നിവർത്തി വെക്കുമ്പോൾ കറക്റ്റ് കണ്ടോ 3 കട്ട് ഒരു ഫോൾഡ് മടക്കിയതാണ്. ഞാൻ ഒന്നുകൂടെ ഫുൾ കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മൾ സ്കേർട്ടും ഈ ബാൻഡും ഫുൾ ലെങ്ത്തിൽ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കാം. സോ നിവർത്തി വെച്ചിട്ട് നമുക്ക് ഈ കട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ കട്ട് മാർക്ക് ഈക്വലായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ. അപ്പോൾ കറക്റ്റ് രീതിയിലുള്ള പ്ലീറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ നോക്കല്ലേ. സോ നമ്മൾ ബാൻഡ് എടുത്ത് നിവർത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ 6 പോയിൻറ്റ്സ് അതിൽ വരുന്നുണ്ട് സെൻറ്ററിൽ ബിറ്റ്വീനായിട്ട്. അതുപോലെ തന്നെ സ്കേർട്ടിലും ഉണ്ട് 6 പോയിൻറ്റ്സ് കട്ട് ചെയ്തിട്ട്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ എഡ്ജസ് ഇതുപോലെ നീളത്തിലെ എഡ്ജ് ആദ്യം അടിച്ചെടുക്കണം. അതുപോലെ തന്നെ ബാൻഡിൻ്റെ എഡ്ജും അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എൻഡ് കറക്റ്റ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മളൊരു കട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ കട്ട് മാർക്കിലേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ട് മാർക്ക് വരുന്ന രീതിയിൽ ഒരു പ്ലീറ്റ്സ് ഇടാം. കണ്ടോ കറക്റ്റ് ശ്രദ്ധിച്ച് വേണം പ്ലീറ്റ്സ് ഇടാൻ. നല്ല വൃത്തിയിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീതിയിൽ വരും. അല്ലെങ്കിൽ ഓരോ പ്ലീറ്റ്സ് വേറെ വീതിയിലായിരിക്കും വരും. സോ ഫസ്റ്റ് നമ്മൾ പ്ലീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് കട്ട് മാർക്കിലേക്ക് സ്കേർട്ടിൻ്റെ സെക്കൻഡ് കട്ട് മാർക്ക് വരുന്ന രീതിയിൽ അടുത്ത പ്ലീറ്റ് ചെയ്തു. സോ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സോ ഒരു തേർഡ് മാർക്ക് കണ്ടില്ലേ, തേർഡ് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. സോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടത് ഇതുപോലെ ഞാൻ കറക്റ്റ് പ്ലീറ്റ്സ് ഇട്ട് അടിച്ചു കഴിഞ്ഞു. സോ നമ്മൾ ബാൻഡ് ഇതുപോലെ നിവർത്തി വെക്കാം. ഓക്കെ. സോ ബാൻഡ് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ബാൻഡ് ഫോൾഡ് ചെയ്യണം. അപ്പോൾ സൈഡ് ഇതുപോലെ അടിച്ചത് നേരത്തെ ഉണ്ടല്ലോ. സോ അതിൽ വെച്ചിട്ട് ഈ ബാൻഡ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. സോ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നീറ്റായിട്ട് വരും. ആ ബാൻഡിൻ്റെ കറക്റ്റ് ലെവൽ നോക്കിയിട്ട് അടിച്ചെടുക്കാം. കണ്ടല്ലോ. സോ ഇതുപോലെ നീളത്തിൽ ബാൻഡ് ചെയ്തെടുക്കാം. സോ നോക്കൂ. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരും, റൈറ്റ് മുതൽ ലെഫ്റ്റ് വരും. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഓരോ സ്റ്റിച്ച് അടിച്ചിടാം. ഡബിൾ സ്റ്റിച്ചായിട്ട് 2 സ്റ്റിച്ച് ഉണ്ടാവും ബാൻഡിൽ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉണ്ടാവും. സോ നമ്മുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഹൂക്ക് വെച്ചിട്ടുള്ള ടൈപ്പ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു 14 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതിയിലൊരു തുണി എടുത്തിട്ടുണ്ട്. സോ നമ്മളിതുപോലെ മടക്കിയിട്ട് ഇതുപോലെ കുഞ്ഞി മടക്കായിട്ട് മടക്കിയെടുക്കാം. കണ്ടോ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്താൽ മതി. സോ ഇതുപോലെ കുഞ്ഞി പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇതാണ് നമ്മൾ ഹൂക്ക് കൊളുത്തിടാനുള്ള സെക്ഷനായിട്ട് എടുക്കുന്നത്. സോ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത തുണി സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത്ര ലെങ്ത്തേ വരുന്നുള്ളൂ. സോ ഇനി ഇതുപോലൊരു 3 ഇഞ്ച് വീതി ഒരു 10 ഇഞ്ച് നീളമുള്ളൊരു തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മളിതൊരു ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് നല്ല ഭംഗിയിലാക്കാൻ പോവാണ്. 12 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യും. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയുള്ള ഹൂക്ക് വെക്കാനുള്ള പ്ലേസ് ആയല്ലോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഈ സൈഡ് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഫോൾഡ് ചെയ്തിട്ട് മെയിൻ സ്കേർട്ടിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സോ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ബാൻഡ് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡ് ജസ്റ്റ് ജോയിൻ ചെയ്യാനേ ഉള്ളൂ. സോ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ. സോ അതുപോലെ ഫുൾ ലെങ്ത്തിൽ സൈഡ് കണ്ട് സ്റ്റിച്ച് ചെയ്യാം. സോ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കയറൊക്കെ വെച്ചിട്ട് ലെഗ് കാൻ പോലെയുള്ള സംഭവങ്ങളും വെക്കാം. സോ അത് ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. സ്ലീവ്ലെസ് ബ്ലൗസും കൂടിയാണത്. താങ്ക് യു ഫോർ വാച്ചിങ്.